ഗായ്സ്, ആ കാണുന്ന ബോക്സ് ഉണ്ടോ? അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു കുറച്ച് കാലമായിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഫൈനലി തീരുമാനിച്ചു നമുക്കൊരു സോഫ ഉണ്ടാക്കാമെന്ന്. സോഫ ഉണ്ടാക്കാൻ സിമ്പിളാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ന്യൂസ് പേപ്പറേ ആവശ്യമുള്ളൂ. പിന്നെ എനിക്ക് ചെറിയൊരു തുമ്മൽ പോലെയുണ്ട്. അതെന്ന് വെച്ചാൽ എനിക്ക് മുന്നേ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഈ സോഫ അല്ല ഈ ന്യൂസ് പേപ്പറിൻ്റെയും പിന്നെ ഈ കാർഡ്ബോർഡിൻ്റെയൊക്കെ പൊടി കൊണ്ടപ്പോഴത്തേക്ക് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ആൻഡ് ഇതാ ഞാൻ കുറേ പേപ്പറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. നമുക്കെന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ എടുക്കുക, ചുരുട്ടാം, ഇതാക്കാം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരു ഷീറ്റ് പേപ്പറിൻ്റെ ആണ് ആവശ്യം. നമുക്കിങ്ങനെ 2 എണ്ണം ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഒന്നിച്ച് വെച്ചിട്ട് മുറിച്ച് ഇതേപോലെ ഒരു ഷീറ്റാണ് ആവശ്യം. അതെടുക്കുക, റോൾ ചെയ്യുക, എന്നിട്ട് നമുക്ക് ആ ഒരു ബോക്സിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാ വെച്ചാൽ നമ്മൾ ഇരിക്കുമ്പോൾ കാർഡ്ബോർഡൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് അത് ഒടിഞ്ഞ് വീഴും. അപ്പോഴത്തേക്കും നമ്മളും താഴെ എത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ താഴെ എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വക സംഭവങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നത് കേട്ടോ. ഇത്രയും ന്യൂസ് പേപ്പറൊക്കെ ചുരുട്ടുന്നത്. ന്യൂസ് പേപ്പർ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും പേപ്പറോ നല്ല കാർഡ്ബോർഡോ എന്തെങ്കിലുമൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത്രയും എടുത്ത് ചുരുട്ടുന്നതിനെക്കാട്ടി നല്ലത്, ഇത്രയും ന്യൂസ് പേപ്പർ വേസ്റ്റ് ആക്കുന്നതിനെക്കാട്ടി നല്ലതൊന്ന് വാങ്ങുന്നതല്ലേ, എന്തിനാണ് വെറുതെ വേസ്റ്റ് ആക്കുന്നത്? ന്യൂസ് പേപ്പർ വിറ്റാൽ തന്നെ കിട്ടുമല്ലോ കുറേ പൈസ, എന്തിനാണ് വെറുതെ വേസ്റ്റ് ആക്കുന്നതെന്നൊക്കെ ചിലവർ വിചാരിക്കുന്നുണ്ടാകും. ബട്ട് നമ്മൾ ഒരു സോഫ വാങ്ങുന്നതിനെക്കാട്ടിയും സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ. അത്രയും പൈസ പോലും വേണ്ട. കുറച്ച് ന്യൂസ് പേപ്പറും ഒരു വലിയ കാർഡ്ബോർഡൊക്കെ മതി. പിന്നെ അടുത്ത സെറ്റ് ഞാൻ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു 6 ദിവസം നമുക്ക് കിട്ടുന്ന ന്യൂസ് പേപ്പർ മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാനെടുത്ത്, എത്രത്തോളം വലിയതാണെങ്കിൽ കുറേ ദിവസത്തെ ന്യൂസ് പേപ്പർ വേണ്ടി വരും. എൻ്റെ അത്യാവശ്യം വലിയതുമാണ് ചെറുതുമാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ലാസ്റ്റ് ന്യൂസ് പേപ്പറാണിത്. അതും കൂടി ഞാൻ വെച്ചു. ഞാൻ വിചാരിച്ച ലാസ്റ്റ് ആണെന്നാണ്, ബട്ട് കേട്ടോ ഗൈസ്, ലാസ്റ്റ് അല്ല ഗൈസ്, ഇനിയും കുറേ ആവശ്യമുണ്ട്. അത് പിന്നെ ഞാൻ സെറ്റിലാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അടുത്ത റൗണ്ട് ന്യൂസ് പേപ്പർ വേണം. ന്യൂസ് പേപ്പർ മടക്കി ഞാൻ മടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അത് ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഞാൻ പുറത്ത് വന്നു, പുറത്തുനിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുൾ ചുരുട്ടി പുറത്തുനിന്ന് ഇതൊക്കെ ആക്കി സെറ്റാക്കി അതിൻ്റെ ഫുള്ളായിട്ടോ. അപ്പോൾ നോക്കുമ്പോഴാണ് അമ്പലത്തിൻ്റെ അടുത്ത് കുറേ പോലീസുകാരൊക്കെ കണ്ടത്. എന്തായാലും പോലീസുകാരൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മളെ ഇത് നോക്കാം. അവരെ ജോലി അവർ നോക്കുന്നു, നമ്മളെ ജോലി നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോഫ ഉണ്ടാക്കലാണ് കേട്ടോ നമ്മളെ ജോലി. അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ സെറ്റാക്കി. ഇനിയിപ്പോൾ അത് പൂട്ടാൻ ഒരു ടാപ്പ് വേണം. ബട്ട് ടാപ്പ് എൻ്റെ അടുത്ത് കഴിഞ്ഞു പോയിട്ടോ, ചെറിയ ടാപ്പേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെതായ ഇതിൽ ചെയ്യാം. അങ്ങനെ ഞാനിങ്ങനെ പുറത്തോട്ടൊക്കെ വന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. അതായത് ഞാൻ പണ്ട് ഇത് വെച്ചിട്ടാണ് കളിക്കാറ്. അപ്പോൾ ഇതൊക്കെ ഇപ്പം മഴയൊക്കെ പെയ്ത് ഭയങ്കര തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. അതിലത്തെ ആ ഒരു പ്ലാസ്റ്റിക് വരെ തുരുമ്പ് പിടിച്ചു. പ്ലാസ്റ്റിക് അല്ല, ഗമ്മിൻ്റെ ആ ഒരു കുപ്പി വരെ തുരുമ്പ് പിടിച്ചു. പിന്നെ ടാപ്പൊക്കെ ഉണ്ടാക്കി എൻ്റെതായ ഇതിൽ ഒട്ടിയോന്ന് ചോദിച്ചാൽ ഒട്ടി, ഒട്ടിയില്ലേന്ന് ചോദിച്ചാൽ ഒട്ടിയില്ല. മതി, ഇതൊക്കെ നമുക്ക് മതി. അപ്പോൾ ഒട്ടിയാലും ഒട്ടിയില്ലെങ്കിലും ഞാൻ ഇതിലിരിക്കും. അപ്പോൾ ചിലവർ വിചാരിക്കുന്നുണ്ടാവും, ഈ സംഭവത്തിലേക്ക് ഇരിക്കേണ്ട ആവശ്യം, വീട്ടിലൊരു സോഫ ഉണ്ടാവുമല്ലോ അതിലിരുന്നാൽ പോലെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ബട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് അവരവന്നെ ചെയ്തിട്ട് ഒരു സാധനത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് എന്തായാലും അടിപൊളിയാണല്ലോ. അതുകൊണ്ട് പിന്നെ ഇത് ഉണ്ടാക്കാനായാലും ഭയങ്കര രസമാണ്. അപ്പോൾ ഇതിന് 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. നല്ല അടിപൊളിയാണ്. പിന്നെ ഞാൻ നല്ലൊരു മാറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, തുണി, അത് ഞാൻ നോക്കി വെച്ചാണ്. ഒരു പിങ്ക് കളറിൽ സ്റ്റാറൊക്കെ ആയിട്ടില്ലേ, ബട്ട് അതൊന്നും ഇപ്പം കാണുന്നില്ല. ഈ ഒരു തുണിയേ കണ്ടുള്ളൂ. പിന്നെ അത് അങ്ങ് എടുത്ത് വിരിച്ചിട്ടു. കാണാനല്ലല്ലോ ഭംഗി വേണ്ട, ഇതിൻ്റെ യൂസ് വെച്ചിട്ടല്ലേ. യൂസൊക്കെ എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ.